എന്റെ അച്ഛനെ രക്ഷിക്കണം. കാണിക്കുന്നേ അയാളെ വിടാൻ. മാഡം, ഇയാള് ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് കൊല്ലാൻ കയറിയതാ. ഇയാള് കാരണം ഇപ്പൊ എന്റെ അച്ഛൻ ജയിലിൽ കിടക്ക. മാഡം ഒന്ന് ചോദിക്ക്, ഇയാൾ ആരെ പറഞ്ഞു വെച്ചെന്നൊന്ന് ചോദിക്കും മാഡം. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങ. പിന്നെ പോലീസുകാരെങ്കിലും വന്ന് ചോദിച്ചാ എന്താ പറയണ്ടെന്ന് കൃത്യമായി അറിയാലോ. ഒരു തെറ്റും നിനക്ക് പറ്റിപ്പോകരുത്. എല്ലാവരും ഒരുമിച്ച് കുടുങ്ങും. സാർ എന്നെ വിശ്വസിച്ചു. എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ. ഇത് പെട്ടെന്ന് ഭേദാവും സാറേ. എന്നിട്ട് സാറിന്റെ ഏത് കാര്യത്തിനും എന്നെ വിളിച്ചോളൂ. ആയിക്കോട്ടെ, ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം. ഓ ശരി സാറേ. നിന്റെ അസുഖം പൂർണ്ണമായി ഭേദമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മോളിക്കുട്ടി, ആ പോയ വണ്ടിയുടെ പുറകെ പോകും. എന്താ എന്താ മാമ കാര്യം? കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. വണ്ടി എടുക്ക്. പോട്ടെ പോട്ടെ. ഒന്ന് വേഗം പോകും മോളിക്കുട്ടി. മാമ, കാര്യം എന്താ ഞങ്ങളോട് പറയാത്തെ? അതൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിലേ അത് വെറുതെ അല്ല. മാമനത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. കൃഷ്ണ, എന്താടി സംഭവം? ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും മോളിക്കുട്ടി. കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ. ഗോപാലേട്ടാ, വിശേഷമൊക്കെ പിന്നെ പറയാം. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. എന്താ? നീ ഒരു 2-3 ആൾക്കാരെയും കൂട്ടി പെട്ടെന്ന് ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരണം. ഏത് ഹോസ്പിറ്റലാ? അതിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എടാ, നീ എത്രയും പെട്ടെന്ന് എത്തിയാ മതി കേട്ടോ. പിന്നെ കൂടെ ആളുണ്ടാകണം. ഓക്കെ? ആ, വേഗത്താൻ നോക്കാം. എന്തിനാ ആൾക്കാരെയൊക്കെ വിളിക്കുന്നേ? ആവശ്യം വരും. ഒരുപാട് ആളുകളുടെ ആവശ്യമുണ്ട്. അവിടെ ചെല്ലുമ്പോ മോള് കണ്ടോ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ലാബിലേക്ക് പൊക്കോളൂ. ആ ശരി. ഞാനിപ്പോ വരാം. ലാബിലൊന്ന് പോയിട്ട് വരാം. മോളെ, ഈ കിടക്കുന്നവൻ പുഴയോരം വീട്ടിൽ നിന്റെ അച്ഛനെ കൊല്ലാൻ കയറിയവനാ. ഇവനും അവനൊക്കെ കാരണ മോളുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത്. ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വരാം. നിക്കണവിടെ. ദിനേശ, ഓടുന്നവനില്ലേ, അവനെ പിടിക്ക്. വിടരുത്. എടോ, താൻ എന്നോട് പുഴയൊരു വീട്ടിൽ കയറിയത് ആര് പറഞ്ഞിട്ട് താനത് ചെയ്തേ? ചോദിച്ചത് കേട്ടില്ലേ? മര്യാദയ്ക്ക് സത്യം പറയുന്നത് നല്ലത്.
ഇല്ലെങ്കിലേ അയാള് പകുതിയാക്കി വെച്ചത് ഞങ്ങളങ്ങ് മുഴുവനാക്കും. എടോ തന്നെ ആരാ അയച്ചെന്നാ ചോദിച്ചേ? താൻ ആരാണെങ്കിലും സത്യം തുറന്നു പറഞ്ഞോ. താൻ കാരണേ എന്റെ അച്ഛനിപ്പോ ജയിലിലാണ് കിടക്കുന്നത്. എന്റെ അച്ഛൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. തന്നെ അയച്ചത് ആരാന്ന് പറയടോ. പറയാനല്ലേ പറഞ്ഞേ? എടോ തന്നോട് പറയാനല്ലേ പറഞ്ഞത്? എന്താ അവിടെ? പറയാനല്ലേ പറഞ്ഞത്? എന്റെ അച്ഛനെ ഇവിടെ? രക്ഷിക്കണം. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? അയാളെ വിടാൻ. ഛെ, മാഡം ഇയാള് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെ കൊല്ലാൻ കയറിയതാ. ഇയാള് കാരണം ഇപ്പൊ എന്റെ അച്ഛൻ ജയിലിൽ കിടക്ക. മാഡം ഒന്ന് ചോദിക്ക്, ഇയാൾ ആരെ പറഞ്ഞു വെച്ചെന്നൊന്ന് ചോദിക്ക് മാഡം. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങ്. പുറത്തിറങ്ങാനാ പറഞ്ഞത്. ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറ. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിളിക്കണം. ഇയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണോന്ന് പറയൂ. കേസിൽ ഉൾപ്പെട്ട ആളായാള്. മാഡം യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന എന്താണെന്ന് മാഡത്തിന് അറിയില്ല. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. നിങ്ങളുടെ പേര് കേസെടുക്കേണ്ടതാ, കേട്ടല്ലോ? ഇറങ്ങാൻ രണ്ടാളും, ഇറങ്ങാൻ. മോളെ, വാ. മോളിക്കുട്ടി, ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ആരാ ഇയാളെ കൊല്ലാൻ വന്നത്? ഇതിനെന്തെങ്കിലും മറുപടി അറിയണമെങ്കിലേ ദുബായ് മാമനെ കൊണ്ടേ പറ്റുള്ളൂ. നിക്കണവിടെ. നീ എത്ര ഓടിയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. വിടരുന്നവനെ. ആര് പറഞ്ഞിട്ടാണ് നീ ഹോസ്പിറ്റലിൽ പോയത്? എന്തിനാണ് നീ അയാളെ കൊല്ലാൻ ശ്രമിച്ചത്? മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് കൊല്ലി ഞങ്ങള്. പറയടാ, പറയാനാണ് പറഞ്ഞേ. കൃഷ്ണമോളെ, എവിടെയാ ഗോപാലമാമ? എന്തായി പോയിട്ട്? നടക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ പകുതി വിശ്വാസമായില്ലേ? ബാക്കി മുഴുവൻ തെളിവ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഗോപാലമാമ ഇപ്പൊ എവിടെയാ? മാമൻ ഇവിടെ തന്നെ ഉണ്ട് മോളെ. മോളൊരു കാര്യം ചെയ്യ്, ഇരുട്ടുന്നതിന് മുമ്പ് മോളിക്കുട്ടിയും കൂട്ടി പുഴയോരം വീട്ടിലേക്ക് വാ. ബാക്കി അവിടെ വന്നിട്ട് പറയാം നമുക്ക്. നിന്റെ അച്ഛനെ ചതിച്ചതാ മോളെ. ബന്ധുക്കളെല്ലാരും കൂടി ചേർന്ന് ചതിച്ചതാ. നീ വാ. ശരി മോളിക്കുട്ടി, നമ്മളോട് വേഗം പുഴയോരം വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിരിക്കാം. മാമൻ അവിടേക്ക് വരാന്ന്. നമുക്ക് വേഗം പോവാം.